ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ചിക്കൻ പിസ്സ ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യത്തിനുള്ള ഈസ്റ്റ് തയ്യാറാക്കാമേ. ഈ കപ്പിൽ 3/4 കപ്പ് ചൂടുവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഈസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ല ഈസ്റ്റാണ്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയേ. ഇതൊന്ന് മാറ്റി വെക്കാമേ. ഇനി ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ചിക്കന് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ടൊമാറ്റോ സോസ്, അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ചില്ലി സോസിന് പകരം ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ കൂടുതൽ ഓവറായിട്ട് ചേർത്ത് കൊടുക്കല്, കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാമേ ഒരു അരമണിക്കൂർ. ഈസ്റ്റ് എല്ലാം നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതൊന്ന് മിക്സ് ചെയ്യാമേ. ഇത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ സീസണിങ് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാമേ. ഇത് മൈദയല്ലേ, കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. സൺഫ്ലവർ ഓയിൽ മാത്രമേ ഇതിനെടുക്കാവൂ, വേറെ ഓയിലൊന്നും തന്നെ ഇതിനു വേണ്ടി എടുക്കരുത്. അത് നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഓയിലും കൂടെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഞാനത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി ഒരു 1 അവർ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. 1 അവർ മുതൽ 2 അവർ വരെ ഇത് വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് കൊടുക്കാമേ. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ അല്ലാതെ മറ്റു ഓയിൽ ഒന്നും തന്നെ ഇതിനു വേണ്ടി എടുക്കരുത്. ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ചിക്കൻ എല്ലാം ഫ്രൈ ആകാറായിട്ടുണ്ട്. ഞാൻ ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത്രയും മതിയേ. കൂടുതൽ ഇത് ഫ്രൈ ആക്കിയാണ്ടല്ലോ ഇത് ചിലപ്പോൾ അങ്ങ് കരിഞ്ഞു പോകാനിടയുണ്ട്. അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഞാൻ 1 അവറേ വെച്ചുള്ളേ. നല്ല ഇഷ്ടമാണെങ്കിൽ ഇത് പെട്ടെന്ന് പൊങ്ങി വരും. ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാം. ഇത് ഞാൻ ഓവനിലാണ് വെക്കുന്നത്. ഈ പിസ്സ ട്രേയിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് കൊടുക്കാമേ. ട്രേയിൽ വെച്ച് കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ ആക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഈ പിസ്സ പൊങ്ങിയിട്ടാണ് ഇരിക്കാനിടയുണ്ട്. ഇപ്പം ഇങ്ങനെ ട്രേയിൽ വെച്ച് കൊടുക്കുമ്പോൾ ഈ കയ്യിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കുകയില്ല. ഇനി ഈ ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കാമേ. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്സ സോസ് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ്. ഇത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പിസ്സ സോസ് നല്ലതായിട്ട് വെച്ച് കൊടുക്കണേ, എങ്കിലേ പിസ്സയ്ക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ.
ഞാൻ ഒരു ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ചീസ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കും. കുറച്ച് ചീസ് ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഈ ചീസ് ഞാൻ നേരത്തെ എടുത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ചതാണ് കേട്ടോ. അത് ഞാൻ ഇനി ഇതിലേക്ക് ഈ വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കാമേ. ചീസ് എടുക്കുമ്പോൾ എപ്പോഴും എടുത്ത് റൂം ടെമ്പറേച്ചറിൽ വെക്കണേ, നോർമൽ സ്റ്റേജിലാകണം അത്, അതിൻ്റെ തണുപ്പെല്ലാം മാറി കിട്ടണം. ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാമേ. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റാണ് ഇത് ഓവനിലൊന്ന് വെച്ച് കൊടുക്കുന്നത്. ഇനി സവാള ചോപ്പ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കാമേ. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതും കൂടെ വെച്ച് കൊടുക്കുവാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഒറിഗാനോ സീസണിങ് അതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ബാക്കി ഇരിക്കുന്ന ചീസ് ഇതും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇതിനി ഓവനിലേക്ക് വെച്ച് കൊടുക്കുവാണ്. പിസ്സ ഞാൻ ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിസ്സ കട്ടർ കൊണ്ട് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്യാമേ. ഞാനൊന്ന് കാണിക്കാം എടുത്ത്. ഇത് ബേക്ക് ചെയ്യാൻ ഞാൻ 15 മിനിറ്റ് എടുത്ത്. നല്ല ടേസ്റ്റാണ് ഇത്. നിങ്ങൾ ഇത് ഗ്യാസിലും ചെയ്യാം കേട്ടോ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്